ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കാണല്ലോ നമ്മൾ നീങ്ങുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് അത് നടക്കുമോ എന്നുള്ള പല ചർച്ചകളും ഒക്കെ നടന്നു. അതിനു വേണ്ടി നമ്മൾ ഇപ്പോൾ പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും നഗരസഭയാണെങ്കിലും കോർപ്പറേഷനാണെങ്കിലും എന്ത് നടപടികളാണ് സ്വീകരിച്ച് ഈ വികസിത ഭാരതത്തിലേക്ക് വേണ്ടി? ഇവിടെ ഇപ്പോൾ ഗ്രാമസഭകളൊക്കെ നടത്തും. ഗ്രാമസഭയിൽ ഒരു 10-20% പോലും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല. ഇപ്പോഴും 80% ജനങ്ങൾക്കും ഈ മേഖലയിൽ നിന്ന് ഒരു പ്രയോജനവുമില്ല. അതിൻ്റെ മേഖലയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്താണ് ജനങ്ങളിലേക്ക് എത്തിയത്. ഒന്നും തന്നെ എത്തിയിട്ടില്ല. ഇവിടെ പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്താണെങ്കിലും അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള മേഖലയിൽ വളർച്ചയ്ക്ക് വേണ്ടിയാണെങ്കിലും ഒരു പ്രയോജനവും പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്നില്ല. ഇവിടെ അഴിമതിയും ധൂർത്തും വിവേചനവും തോന്നിയ മാതിരിയുള്ള വികസന പദ്ധതികളുമാണ്. നികുതികൾ കറക്റ്റായിട്ട് പിരിക്കുകയോ അതുപോലെ തന്നെ ലൈസൻസ് കൊടുക്കുകയോ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ മേഖലയിലും ശക്തമായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. ഓരോ വ്യക്തിയിലും കുടുംബത്തിലും പഞ്ചായത്ത് 5 വർഷമായിട്ട് പോലും എത്തിപ്പെടാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. പിന്നെ എങ്ങനെയാണ് നമുക്ക് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുക? ഇത്രയും നാളുകളായിട്ട് നിങ്ങൾ ഈ പഞ്ചായത്തിലൊക്കെ ജീവിച്ചിട്ട് നിങ്ങൾ എത്ര പ്രാവശ്യം പഞ്ചായത്തിൽ നിന്ന് വന്നു? പഞ്ചായത്തിൽ നിന്ന് വന്ന് കാണും. നികുതി അടിക്കുന്നതിന് നോട്ടീസ് തരാം. അല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്ന അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടി യാതൊരു വിധ അന്വേഷണവും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ കേൾക്കാനോ നിങ്ങളെ കേൾക്കാനോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്തുക? അപ്പോൾ ഇത് പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും നഗരസഭയാണെങ്കിലും കോർപ്പറേഷനാണെങ്കിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം ജനങ്ങളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കി കൊടുത്താൽ മാത്രമാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അതിന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം.